ഇതുപോലെ തകർന്ന് കിടക്കണം. അത് സൊല്യൂഷൻ എന്ന് പറയുന്നത് കടൽഭിത്തിയാണ്. അല്ലെങ്കിൽ ഒരു ജൈവം അതിൽ സൃഷ്ടിക്കാം. അതൊരു 200, 300, 400 മീറ്റർ വീതിയിൽ ചെയ്യണം. അതൊരു കണ്ടൽ കാട് സൃഷ്ടിച്ചാൽ മാത്രമേ കടലാക്രമണം വന്നതിന് ശേഷം കണ്ടൽ നട്ടിട്ട് കാര്യമില്ല. ഇപ്പൊ കടലാക്രമണം കുറവുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴേ ഇതുപോലുള്ള സസ്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് ഒരു ജൈവം അതിൽ കടൽഭിത്തി ഉണ്ടാക്കിയാലും അതിന് പുറകിൽ ഇതുപോലെ ജൈവം അതിൽ സൃഷ്ടിക്കുകയാണെങ്കിൽ അത് തകർന്നാലും ഇത് വളരെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കും. അത് കൂടാതെ വേലിയേറ്റം വരുമല്ലോ. ഇപ്പൊ ഓരോ ദിവസം വേലിയേറ്റം വേലിയിറക്കുണ്ടാവും. വേലിയേറ്റം വരുമ്പോ ഈ തോടുകൾ വഴി വെള്ളം കരയിലേക്ക് കയറും. കൂടുതൽ പണ്ട് വൃശ്ചിക മാസത്തിലായിരുന്നു വൃശ്ചികപ്പൊക്കം എന്ന് പറയും. അപ്പൊ ആ ഒരു മാസത്തിൽ മാത്രമാണ് അത് അങ്ങനെ ഉണ്ടായിരുന്നത്. ഇപ്പൊ 12 മാസവും ഇതുപോലെയുള്ള വീടുകളൊക്കെ വെള്ളത്തിലാണ്. ഇപ്പൊ ഈ വീടിന്റെ ഒരു അവസ്ഥ മനസ്സിലാക്കും. ഇതുപോലെയാണ് ഇവിടെയുള്ള മിക്കവാറും വീടുകളും. സുഖകരമായിട്ട് ശബ്ദമില്ല. കുഞ്ഞു കുട്ടികളുള്ള ഒരു വീടാണ് വരുന്നത്. രാത്രി 2 മണിക്ക് കടലാക്രമണം വന്നാൽ നമ്മൾ ഇവരെയും കൂടെ ഇങ്ങോട്ട് പോകും.